ചെയ്യാൻ പോകുന്നത് പുറം ഭാഗം, ബാക്ക് പോർഷൻ എന്ന് പറയും. ബിൻസ്, ലാറ്റിസിമസ് ഡോർസി, റോംബോയിഡ്സ്, ഈ വക പേരുകളെല്ലാം ഉള്ള ഒരു മസിലാണ്. അത് വലിയൊരു മസിലാണ്. നമുക്കൊരു ബോഡിയുടെ സൈസ്, ഒരാൾ തടി കൂടിയെന്ന് മസ്കുലാരിറ്റി, അതായത് ആരോഗ്യവാനായ ഒരാളുടെ ശരീരം കൂടുന്നത് ഷോൾഡറിൻ്റെ വിഡ്ത്ത്, ബാക്ക് പോർഷൻ, ചെസ്റ്റ് മാത്രമല്ല. എല്ലാവരും ധരിച്ച് വെച്ചിരിക്കുന്നത് ചെസ്റ്റ് പോർഷൻ മാത്രം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ്. അല്ല, അത്രയും ടോട്ടലായിട്ട് ഒരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കൗട്ടിലൂടെ മാത്രം അത് മൊത്തത്തിന് ഒരു ഡീപ്പ് ക്വാളിറ്റിയിൽ ആക്കിയെടുത്താൽ മൊത്തത്തിലൊരു ഭംഗി വരുന്നത്. അതായത് സർപ്പ സൗന്ദര്യം എന്നൊക്കെ പറയത്തില്ലേ, സർപ്പൻ, ആ രീതിക്ക് കിട്ടാനെ കൊണ്ട് വേണ്ടിയിട്ട് ബാക്ക് പോർഷനാണ്. ഇപ്പം ഒരു സർപ്പം വിരിഞ്ഞ് നിൽക്കുന്നത് കാണിക്കുന്നത് ഇങ്ങനെയല്ലേ, ലിംസിനെയാണ് കാണിക്കുന്നത്. അപ്പം അത് ആ ഒരു വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഡംബൽ റോസ്. അതായത് റോസ് എന്ന് പറഞ്ഞാൽ റോയിങ് മൂവ്മെൻറ്റ്, തുഴയുക. അതായത് പുറം ഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചിലർക്ക് പുറത്ത് ഭയങ്കരമായിട്ട് കൊഴുപ്പടിയും പാട്ടടിഞ്ഞു പോകും. അതിനെ ഒരു പരിധി വരെ തടയാൻ. പിന്നെ ബോഡി എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ജനിതഘടന മീനൊരു ഇതാണ് റിസൾട്ട് കിട്ടുന്നത്. നമുക്കതൊന്ന് ചെയ്യാം. ഒരു ബെഞ്ചിൽ കാലിങ്ങനെ കയറ്റി വയ്ക്കുക, കൈ ഇങ്ങനെ വയ്ക്കുക. ഈ കാല് ഇങ്ങനെ ചെറിയ ബെൻഡിട്ടുണ്ട്, നടു ഉള്ളിലോട്ട് വളച്ച് കൈ ഇതേപോലെ. അതായത് നോട്ടം നേരെ, കൈ കൊണ്ടല്ല ശരിക്കും, കൈ വെയിറ്റ് തൂക്കിയിട്ട്, അതായത് ഹുക്കായിട്ട് മാത്രം കണ്ടാൽ മതി. റോംബോയിഡ്സ് എന്ന് പറയും ഈ പുറം മസിൽ. ഈ മസിലെ ഫോക്കസ് ചെയ്ത് അത് കുറേ ദിവസത്തെ പ്രാക്ടീസിലൂടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു 15 വട്ടം രണ്ട് കൈക്കും മാറി മാറി ശീലിക്കുക. പുറത്തെ മസിലുകൾ സ്ട്രോങ് ആകുമ്പോൾ ഈ പുറം വേദന, കഴുത്ത് വേദനയൊക്കെ ഏകദേശം തടയാൻ പറ്റും. അതായത് ഒരു വീഴ്ച കൊണ്ടോ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടൊന്നും അല്ലാത്ത ഒരു വേദനയാണെങ്കിൽ. നമ്മൾ ഒരുപാട് നേരം കമ്പ്യൂട്ടർ നോക്കിയിരിക്കുമ്പോഴൊക്കെ പുറത്തിനാണ് കുളച്ചിൽ വരുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ പുറത്തെ മസിൽസ് സ്ട്രോങ് ആക്കിയെടുത്താൽ ഒരു പരിധി വരെ അതിനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.